നിനക്ക് ഈ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനു നീ എന്നെ കട മുഴുവൻ ചുറ്റിക്കുന്നേ? ഒന്ന് പറഞ്ഞേ നീ. എങ്ങനെയാ വാങ്ങുന്നേ? ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയാല് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് വലിയ വലിയ പഴം ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന നിങ്ങൾ പറയും. പച്ചക്കറി കടയിൽ പോയാലോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് ചുവന്ന തൊടുത്ത തക്കാളി കാണിച്ചു കൊടുക്കാൻ പറയും. ഇനിയൊരു സ്യൂട്ട് കടയിൽ പോയാലോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി കളറിലുള്ള സ്യൂട്ട് എടുത്തു കൊടുക്കാൻ പറയും. ഞാൻ പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും അത് കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ സൂട്ട് വേണമെന്നാ. സ്യൂട്ട് എന്നാ പറയുന്നത്. ഓക്കെ, സൂട്ട് എന്നല്ല പറയണ്ടേ. സൂട്ട് സ്യൂട്ടടാ, സ്യൂട്ട്. അല്ല, അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. സൂട്ട് സ്യൂട്ട് എന്ന് പറയ്. ശ്രദ്ധിച്ച് കേക്ക്. സൂട്ട്. ദേ നോക്കി. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം നിന്റെ ചെവി ക്ലീൻ ചെയ്യ്. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ദൈവമേ, എന്റെ വിധി ഈ മനുഷ്യനെ കെട്ടിയത് തന്നെ. ഓ, കല്യാണത്തിന് മുമ്പ് നിനക്കിതൊന്നും അറിയില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ കെട്ടില്ലായിരുന്നു ഞാൻ. കണ്ടാ നല്ല ഹാൻസം ആണെന്നൊക്കെ തോന്നും. അത് വിശ്വസിച്ച് ഞാൻ മണ്ടിയായി പോയല്ലേ ഈശ്വര. കല്യാണത്തിന് മുന്നേ എന്റെ പിന്നാലെ പെണ്ണുങ്ങൾ ക്യൂ നിന്നതാ. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ദിവസം എന്നെ ആരെങ്കിലും വിളിച്ചുകൊണ്ടങ്ങ് പോവും. നിങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ അങ്ങ് നിന്നോ, അതായിരിക്കും നിങ്ങളുടെ വിധി. നിക്ക് ഡാർലിംഗ്, ഞാൻ വെറുതെ പറഞ്ഞാലേ, നീ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്നേ? ഡാർലിംഗ്, ഞാനും കൂടെ ഉണ്ട്. എന്റെ ദൈവമേ, ഒരു വശത്താണെങ്കിൽ ഇതുപോലുള്ള ഒരു ഭർത്താവും മറുവശത്താണെങ്കിൽ എനിക്ക് ഭാരപ്പെട്ട ഈ പണികളും. ഇതൊന്നും കൂടാതെ ഈ കടയെ ഞാൻ നോക്കണമല്ലോ ഈശ്വരാ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നമസ്കാരം. എന്താ വേണ്ട നിങ്ങക്ക്? ചേച്ചി, എനിക്കൊരു സോപ്പ് തരുമോ? എനിക്കും ചേച്ചിയെ പോലെ വെളുക്കണം, അതിനു വേണ്ടിയാണ്. നിനക്കതിന് സോപ്പിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. വല്ല ചാണകം കൊടുത്ത് തേക്ക്. എന്റെ അടുത്ത് വെറുതെ കളിക്കാൻ നിക്കണ്ട. ഓ ദൈവമേ, എപ്പോഴും ഈ ജോലിന്നൊക്കെ എനിക്കൊരു ആശ്വാസം കിട്ടുവോ? ഓ, ജോലി ചെയ്ത് ടയേർഡ് ആയാലും ഈശ്വര. കഷ്ടപ്പെട്ട് ഈ പണികൾ ചെയ്യാൻ ഞാനും. ഇതൊന്നും പോരാതെ ആ ഭർത്താവിനെ സഹിക്കണമല്ലോ. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ ഈശ്വര. ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ. ചേച്ചി, ചേച്ചി പറഞ്ഞ ഐഡിയ ശരിക്കും ഫലിച്ചു കേട്ടോ. എന്റെ മുഖം ഇപ്പോ കുറച്ച് വെളുത്തിട്ടുണ്ട്, കണ്ടോ? ചേച്ചി, ചേച്ചിയോട് എനിക്കിപ്പോ പ്രേമമാണ്. വേഗം ഇവിടുന്ന് പോവാൻ നോക്കിക്കോ. നോക്കിക്കോ ചേച്ചി, ഒരു ദിവസം ഞാൻ ചേച്ചിയെ ഒളച്ചെടുക്കൂ. ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണി, സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ. ചേച്ചി എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നേ ഇല്ലല്ലോ. ചേച്ചി, സുഖമാണോ? എന്താടാ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? അയ്യോ ചേച്ചി, എവിടെയാണ്? കാണാനില്ലല്ലോ. ഇപ്പൊ കടയിൽ വിരിക്കത്തില്ല, എവിടെ നോക്കിയിട്ട് കാണാനുമില്ലല്ലോ. ചേച്ചിയുടെ ദർശനം എനിക്കിപ്പൊ കിട്ടുന്നേ ഇല്ലല്ലോ. എന്റെ വായിന്നൊന്നും കേൾക്കാതെ വേഗം പോവാൻ നോക്കിക്കോ. ഞാൻ എന്താ പറയാ ചേച്ചി, ചേച്ചിയോട് എനിക്കിപ്പോ പ്രേമമാണ് ചേച്ചി, പ്രേമം. ഇവിടെ പോവാൻ നോക്കട പൊട്ട. അയ്യോ, എന്റെ പൊന്നു ചേച്ചി, ചേച്ചി എനിക്ക് വീണ്ടും ഒരു ചെരുപ്പ് തന്നു. ഇനി ഈ 2 ചെരുപ്പും എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ആഘോഷിക്കാൻ പോവാ. ചേച്ചി നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചേച്ചിയെ വളച്ചിരിക്കും. സുന്ദരിയേ വാ, വാ, ശാന്തമീ രാത്രി വാദ്യഘോഷാദികൾ കൊണ്ടുവാ. എന്തു പറ്റിയടാ മോനെ രത്ത? അതെ, രത്തനല്ല ലത്തൻ. ലത്തൻ ലത്തൻ. ഞാനിപ്പോ എന്ത് പറയാനാ ചേട്ടാ, നിങ്ങളുടെ പെങ്ങളില്ലേ ആ കല,
അവർക്ക് വല്ല അസുഖമാണോ? അല്ല, അതൊന്നും അല്ല. പിന്നെന്താ, ചത്തുപോയോ? അല്ല, അതല്ലെന്ന്. അല്ലെങ്കിൽ അവര് നിന്നെ അടിച്ചു കാണും അല്ലേ? ഓ, അതൊന്നും അല്ല. പിന്നെ അവളാ കരിഞ്ഞവന്റെ കൂടെ പോയി. അതേന്നേ. എന്ത് കഷ്ടമായത്. എത്ര നേരമായിട്ട് കാത്തിരിക്കും അവിടെ. ഇവിടെ വരാനല്ലേ പറഞ്ഞത്. ഇനി സ്ഥലം എങ്ങനെ മാറിപ്പോയതാണാവോ? അഡ്രസ് വേണമെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയാലോ? അഡ്രസ് എല്ലാം കറക്റ്റ് തന്നെയാണല്ലോ. എന്നിട്ടും എന്താ വരാന്ന് പറഞ്ഞിട്ട് വരാത്തത്? ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. കാണുന്ന മാത്രം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ അവളെ കല്യാണം കഴിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തണം. പ്രേമിച്ച് നടക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നേരിട്ട് കല്യാണം നടത്തുന്നതിനോട് എനിക്കിഷ്ടം. എന്റെ ദൈവമേ, ഈ മരപ്പട്ടിത്തറയിന് ഇത്രയും സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ എവിടുന്നാ കിട്ടുന്നേ? ഇവനിപ്പൊ തന്നെ ശരിയാക്കി തരാം ഞാൻ. എടാ മങ്കു അവിടെ നിക്കാനാ പറഞ്ഞേ. ഞാൻ ഇപ്പൊ വരാടാ മങ്കു. എടാ അവിടെ നിന്ന് നിക്കാൻ. ഇവിടെ നിക്കാനല്ലേ പറഞ്ഞു. തിരിഞ്ഞ് നിക്കടാ ഇങ്ങോട്ട് റാസ്കൽ. എന്നെ പറ്റി ചോടിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നതെല്ലാം ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു. നീ എല്ലാം കണ്ടു കഴിഞ്ഞു? അതെ. ബേബി, നീ ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കോ? ഞാൻ 2 മിനിറ്റോട് മടങ്ങിയ. പറയ്, എന്താ കാര്യം? എന്താടാ ആങ്ങളെ അനിയത്തിയും കൂടെ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? എടാ ചോട്ടു, അതെന്റെ അനിയത്തി അല്ലടാ. അവള് എന്റെ ഗേൾ ഫ്രണ്ടാ. ഗേൾ ഫ്രണ്ടോ? എടാ മഹാബാബി, നിന്റെ പേട്ട് തറയ്ക്ക് എങ്ങനെയാടാ ഇത്ര നല്ല സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കിട്ടിയത്? എടാ ചോട്ടു, നീ ആരുടെ മുഖത്തിനെ കുറിച്ചാണ് കുറ്റം പറയുന്നത്? എന്റെ മുഖത്തിന് എന്താ കുറച്ചില്? അയ്യ, നിന്റെ ഓഞ്ഞ മുഖം കണ്ടാലേ പട്ടി കഞ്ഞിവെള്ളം പോലും കുടിക്കത്തില്ല. ചോട്ടു, എന്റെ ബേബി ഉണ്ടല്ലോ, എന്നെ സൽമാൻ ഖാനാണെന്നാ പറഞ്ഞു നടക്കുന്നത് കേട്ടോ. നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, എന്റെ ബോഡി നല്ല സൽമാൻ ഖാനെ പോലെ തന്നെ ഇല്ലടാ. ആ, മാക്കാനെ പോലെ തന്നെ ഉണ്ടറാ. എടാ ചോട്ടു, നീ ഒരു കാര്യം പറ. നീ ഇങ്ങനെ നന്നായി ഡ്രസ്സൊക്കെ ഇട്ട് കയ്യില് പൂവുമായിട്ട് എന്താ നടക്കുന്നത് ഇവിടെ? അതിനിപ്പം എവിടുന്നാടാ പൂവ്? ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ ഒളിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ കണ്ടു കഴിഞ്ഞു, നിന്റെ കയ്യില് പൂവ് തന്നെയാ ഉള്ളത്. എനിക്ക് മനസ്സിലായടാ, നീയോ എന്നെ പോലെ നിന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതല്ലേ? ആ അതേടാ, പക്ഷെ ഈ കാര്യം നീ ദൈവത്തോടത് വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കല്ലേടാ. ശരി, ഞാൻ പറയാൻ പോകുന്നില്ല. നീ എന്റെ വീട്ടുകാരോടൊന്നും പറയാതിരുന്നാ ഞാൻ നിന്റെ വീട്ടുകാരോടൊന്നും പറയാൻ പോകുന്നില്ല. ആ പക്ക ദൈവസത്യം, ഞാൻ വീട്ടുകാരോട് പറയത്തേ ഇല്ല. ആ എടാ ചോട്ടു, നീ ഒരു കാര്യം പറഞ്ഞു. ചേട്ടത്തി കാണാൻ ആളെങ്ങനെയാ? എടാ, നിന്റെ ചേച്ചി ഉണ്ടല്ലോ, 1000-ൽ അല്ല 1,00,000-ൽ കോടിയിലൊരുത്തിയാടാ. നമ്മുടെ നാട്ടില് ഇത്രയും സുന്ദരിയായ പെണ്ണുണ്ടെന്നോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എടാ, അതിനവര് ഈ നാട്ടുകാരിയല്ല, വേറെ നാട്ടിലുള്ളവരാ. എടാ, അത് 1 മാസത്തിന് മുമ്പ് ഞാൻ അവരെ കാണുന്നത് തന്നെ, അതും ഫേസ്ബുക്കിലൂടെ. ഇന്ന് ഞാൻ അവരെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുവാടാ, അതും ഫേസ് ടു ഫേസ്. ചേച്ചിയുടെ ഫോട്ടോ കണ്ടോടാ നീ? ആ, കാണിച്ചു. അതിനിപ്പോ എന്താ? അതെ, ഒന്ന് വരുന്നുണ്ടോ? ആ അതെ, വരുന്നു ബേബി, ഇതേ വന്നു. നോക്കി കേട്ടു, ചേട്ടത്തിന്റെ ഫോട്ടോ ഞാൻ പിന്നെ കണ്ടോടാ കേട്ടോ. ഇപ്പൊ എന്റെ ബേബി എന്നെ വിളിക്കുന്നുണ്ട്. ശരി ശരി ശരി, നാളെ കാണാടാ. ഓക്കേടാ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ബാ ബേബി. എന്ത് കഷ്ടമായത്. എത്ര നേരമായിട്ട് ഇവരെ കാത്തിരിക്കുക, ഇതുവരെ വന്നില്ലല്ലോ. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവളിവിടെ വരാന്ന് പറഞ്ഞിട്ട് ഇറച്ചിക്കട പട്ടി നിൽക്കുന്ന പോലെ കുറെ നേരം ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആരത്? നിങ്ങളാരാ? ചോട്ടു, ഞാനടാ ജൽഫി. ജൽഫിയോ? ജൽഫി? എനിക്കിതിനോട് മിണ്ടാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ നിന്നോട് കൂട്ടുപറ്റിയിരിക്കുക. എന്താന്നോ? ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ഞാനും എൻ്റെ പൂവും മൊത്തത്തിൽ വാടിപ്പോയിരിക്കുക.
ഐ ആം സോറി ചോട്ടു. അത് എന്ത് പറ്റിയെന്നാ, ഒരു ഇമ്പോർട്ടന്റ് ജോലി വന്നടാ, അതാ വൈകി പോയത്. ആ ശരി, പക്ഷേ നിന്റെ മുഖമെങ്കിലും ഒന്ന് കാണിച്ചുകൂടെ? നിന്റെ ഈ മുഖം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ കാത്തിരിക്കുക. എല്ലാത്തിനും ഉപരിയായി എന്റെ പെണ്ണായിട്ട് ഞാൻ നിന്നെ മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞു. ചോട്ടു, ഞാനും എന്റെ മനസ്സിൽ നിന്നെ ഒരു ഭർത്താവായിട്ട് തന്നെയാടാ കാണുന്നേ. ഹായ്. ഇപ്പൊ നീ തന്നെ എന്റെ മുഖത്തേത് മാറ്റിക്കോ. എനിക്ക് വയ്യ, നിന്റെ നാണമുള്ള മുഖം ഞാനൊന്ന് കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യടി. ചോട്ടു, നിനക്ക് കിട്ടിയ കിടിലൻ ചാൻസ് ആയത്. അതിനെന്താ, ഇപ്പൊ തന്നെ ഞാൻ മാറ്റാലോ. ആരടി നീ? ജുൽഫി, നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. ജുൽഫിയോ? ഇല്ല ഇല്ല, നീ വെറുതെ കള്ളം പറയുക. ഞാൻ നിന്നെയല്ല, നിന്റെ കുട്ടീനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ആരുടെ കുട്ടി? എന്ത് കുട്ടി? എന്ത് കഷ്ടമായത്, നിങ്ങളുടെ കുട്ടി. അവളെ പറ്റി തന്നെയാ. FBയിൽ അവളുടെ ഫോട്ടോയിലെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് വെച്ചിരിക്കുന്നേ. നിങ്ങളുണ്ടല്ലോ ഒരു മണ്ടനാ. അത് എന്റെ ഫോട്ടോ തന്നെയാണോ? 20 വർഷം മുമ്പത്താന്നേ ഉള്ളൂ. അയ്യേ. അതെ, പോരാത്തതിന് ഞാൻ നിങ്ങളെ എന്റെ ഭർത്താവായിട്ട് കാണാനും തുടങ്ങി. ഇല്ല, ചോട്ടു, വേണ്ട, ചോട്ടു. വേണ്ട. ഹായ് ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം, നല്ല നല്ല കമന്റുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്തിടാൻ മറക്കരുത്. അപ്പൊ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.